കഴിഞ്ഞ സൺഡേ ശംഖുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ശംഖു എന്ന് പറയുന്നത് നേരത്തെ എല്ലാം മറിഞ്ഞു വീണവളുടെ കുഞ്ഞനിയന കേട്ടോ. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ രാവിലെ ആയപ്പോഴത്തേക്കും, രാവിലെ അല്ല ഉച്ചയായി, കാരണം രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് മഴ തുറന്നതിന് ശേഷം ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ചെന്നപ്പോൾ അവളവിടെ അവന് ചോറ് കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. എന്നെ കാണിച്ച് പേടിപ്പിച്ച അവസാനം അവൾ ചോറ് കൊടുത്തു. ഞാൻ പിടിച്ചുകൊണ്ട് പോകുമെന്നും പറഞ്ഞു. അവൻ പിന്നെ കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ മുകളിൽ വന്നിരുന്നു. കുറച്ച് നേരം ഇരുന്ന് പൊന്നു പറഞ്ഞതും കേട്ടു. പൊന്നു അവളുടെ അനിയത്തി കേട്ടോ. പൊന്നുവിൻ്റെ കൂടെ ഇരുന്ന് നെയിം പ്ലേസ് തിങ് കളിക്കും, പിന്നെ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കും. അങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ബലൂൺ പെരുപ്പിക്കാനായിട്ട് താഴോട്ട് പോയതാട്ടോ. ബലൂൺ ഓരോന്നായിട്ട് പെരുപ്പിച്ച് ശംഖുവിൻ്റെ പഴയ നെറ്റിൻ്റെ അടിയിലാട്ടോ ഞങ്ങൾ വീർപ്പിച്ചതിൽ വെച്ചുകൊണ്ടിരുന്നത്. അത് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് ബലൂൺ എടുത്ത് മാറ്റാൻ വേണ്ടി ഇവളെ പിടിച്ച് പൊക്കി ഉടനെ അതിൽ നിന്നൊരു ബലൂൺ പൊട്ടുകയും ചെയ്തു. ഇവള് ഞെട്ടി വന്ന് തറയിൽ വീഴുകയും ചെയ്തു. ഇവർക്ക് കാരണം ബലൂൺ പൊട്ടണം ഭയങ്കര ട്രോമയാട്ടോ. ഇവള് വന്ന് ആ സൗണ്ടും കേട്ടുകൊണ്ട് വന്ന് തറയിലോട്ട് വീഴുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അതിനെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് എല്ലാം പറക്കി അകത്ത് കൊണ്ടുവച്ച് പിന്നെ ഓരോന്നായിട്ട് ഞാൻ ഒട്ടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അവൾ പോയി റെഡി ആയിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ കയറിപ്പോയി. പിന്നെ ഞാൻ നിന്നെല്ലാം ഒട്ടിച്ച് പറക്കാം. ഹാപ്പി ബർത്ത്ഡേ അവളും ഞാനും കൂടെ ചേർന്ന് ഒട്ടിച്ചു. ബാക്കി ബലൂണെല്ലാം ഞാൻ തന്നെ നിന്ന് ഒട്ടിച്ചേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ശംഖു എണീറ്റ് വന്നു. ഉറങ്ങാൻ പോണതൊരു എൻ്റെ അടുത്തോട്ട് വരണയില്ലായിരുന്നു. ഞാൻ അടുത്തോട്ട് എല്ലുമ്പോഴേ കരച്ചിൽ തുടങ്ങുമായിരുന്നു. ഉറങ്ങിക്കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈ ശല്യം എന്തായാലും ഇവിടെ നിന്ന് പോകും തോന്നണില്ല എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അവൻ എൻ്റെ കയ്യിലോട്ട് വന്നു. ഞാൻ പിന്നെ പതിയെ വെളിയിലോട്ടൊക്കെ എടുത്തുകൊണ്ട് ചെന്ന് നിന്ന് ഒന്ന് എനിക്ക് എൻ്റെ അടുത്തതാക്കി എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പുതിയ ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ദീപുവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കോട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദീപുവും വന്നു. ദീപു വന്നിട്ട് പിന്നെ അവനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയൊന്നും കഷ്ടപ്പെടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കയ്യിലോട്ട് പോയി. ആദ്യമൊന്നും പഠിച്ചെങ്കിലും പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടെ അവനെ മാറി എടുത്ത് അവനൊരുമാതിരി അന്താളിച്ചേക്കുമായിരുന്നു. ഇത് എവിടെ നീ കുറേ സാധനങ്ങളെല്ലാം കൂടെ കയറി വന്നേക്കണേന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വന്നതിന് ശേഷം പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അവൻ്റെ കൂടെ കുറേ 2 ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് ലേറ്റായ നല്ല മഴയുണ്ട്, പിന്നെ വരാൻ പാടായിരിക്കും. അതുകൊണ്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ബൈ ഗൈസ്.